ഹലോ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഒരു വാട്ടേ 18 കണ്ടാലോ. രാവിലെ തന്നെ കഴിക്കാനായിട്ട് ബ്രെഡും ജാമും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു കോഫിയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് മുഖം തരാതെ ഇരിക്കുന്നത്. അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാനും വീഡിയോ എടുത്തിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെത്തിയതിന് ശേഷം ചോറും പിന്നെ നല്ല ലോക്കി അല്ലല്ലോ, ഇതെന്താ ബോട്ടിൽ ഗാർഡെന്ന് പറയും, നാട്ടിലിതിനെ ചുരയ്ക്കുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു കറിയും പിന്നെ അതിൻ്റെ കൂടെ നല്ല വഴുതനങ്ങ പൊരിച്ചതും ഉണ്ടായിരുന്നു. മിക്കവർക്കും ഈ ഒരു വഴുതനങ്ങ ഇഷ്ടമല്ല, പക്ഷേ ഇത് നമ്മൾ ഈ ഒരു മസാലയിലിട്ട് പൊരിച്ചെടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അത് നല്ല ചോറിൻ്റെ കൂടെ കുഴച്ച് ഇങ്ങനെ ഒരു ഉരുള കഴിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ്. ഇപ്പോൾ ഈ വഴുതന ഇഷ്ടമില്ലാത്തവരെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. റെസിപ്പി ആണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴേക്കും ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വെച്ചു. കാരണം ഇന്ന് ഫ്രണ്ടിന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകിട്ട് റെഡിയായി ഇറങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥിരം സ്പോട്ട് തന്നെയാണ്, ഗ്ലോബൽ വില്ലേജിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി അവിടെ നിന്ന് നല്ലൊരു അടിപൊളി ബീഫിൻ്റെ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ഏരിയയിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ബെസ്റ്റായിരുന്നു. പിന്നെ മേലെയുള്ള ആ പുതിനയില അതൊഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എന്നെപ്പോലെ പുതിനയില ഇഷ്ടമല്ലാത്തൊരു കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ അതൊന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അതിലേക്കൂടെ കുറച്ച് നേരം ഒന്ന് നടന്നു കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഐറ്റം കൂടെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ദഹിപ്പിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം നടക്കണമല്ലോ. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലുള്ള ചിക്കൻ സാൻഡ്വിച്ച് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിനെയും കൊണ്ട് അത് കഴിക്കാൻ വേണ്ടി മാത്രം ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അതും കഴിച്ചു. ആരോമലി ചേട്ടനെയും കണ്ടു, പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. പിന്നെ അത് ദഹിപ്പിക്കാനായിട്ട് ഒന്നുകൂടെ ഞങ്ങളൊരു 10 മിനിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നേരെ തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.